പ്രതിസന്ധി നോക്കുന്ന ഭയപ്പെടും, എന്നാൽ കർത്താവിനെ നോക്കുന്നവൻ ധൈര്യപ്പെടും. ഇന്ന് നമുക്ക് ധൈര്യമാണ് നമുക്ക് ആവശ്യം, ഭയമല്ല. സംശയം കൊണ്ട് തരുന്ന ഭയമല്ല നമുക്ക് ആവശ്യം. കർത്താവിനെ നോക്കി ധൈര്യം പ്രാപിക്കുക. ഇന്ന് നമുക്ക് ഇവിടെ ഇരിക്കുന്ന ചിലരുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ കൊണ്ട് ഭയപ്പെടുത്തി ചില അനുഭവങ്ങളുമായിട്ട് തന്നെ ഇവിടെ ഇരിക്കുന്നത് കർത്താവിനെ സ്തോത്രം ചെയ്യുമ്പോൾ നാളെ എന്തായി തീരുമെന്ന ചില വേദനയുമായിട്ട് ഇരിക്കുന്നവർ ഇതിനകത്തുണ്ട്. എന്നാൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, കർത്താവിനെ നോക്കി ബലം പ്രാപിക്കുക. സാഹചര്യത്തെ നോക്കി ഭയപ്പെടുവാനല്ല, ഇന്ന് ആത്മാവിൽ ധൈര്യം പ്രാപിക്കുക. ഞാൻ കാണുന്നവൻ എനിക്കുണ്ട്, അവനിലേക്ക് നോക്കിയവൻ പ്രകാശിതനാകും, അവരുടെ മുഖം ലജ്ജിച്ചു പോകത്തില്ല. ഇന്ന് പകരം പ്രതിസന്ധിക്കകത്ത് കർത്താവിനെ നോക്കുവാൻ ധൈര്യപ്പെടുന്നില്ല, അവൻ ലജ്ജിച്ചു പോകത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നോക്കിക്കുക, ഒരു കാര്യം ഓർമ്മിക്കാം, ഇവിടെ മറ്റു ശിഷ്യന്മാരുടെ കാൽപാദത്തിന്റെ താഴെ പടമുണ്ട്. ഹല്ലേലൂയ. അതിന് താഴെ അവരുടെ പ്രതിസന്ധി. പക്ഷെ പത്രോസിന്റെ ജീവിതത്തിൽ നോക്കി, അവന്റെ കാൽപാദത്തിന്റെ താഴെ അവന്റെ പ്രതിസന്ധിയാ. എന്തുകൊണ്ടാണെന്നറിയാമോ? അവൻ വിശ്വാസത്താൽ കാൽച്ചുവടുകൾ വെച്ചവനാ. മറ്റവർ ഒരു ദിവസം ആരാധനയ്ക്ക് പോയില്ലേലും പ്രശ്നമില്ല, ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയില്ലേലും പ്രശ്നമില്ല, ദൈവത്താൻ വിളിച്ചില്ലേലും പ്രശ്നമില്ല. പക്ഷെ മറ്റവന്റെ കാര്യം അങ്ങനെയല്ല. ഇവിടെ പടകൊണ്ട്. ഹല്ലേലൂയ. എന്താ പടകിന്റെ അർത്ഥമെന്നറിയാമോ? സമ്പത്ത് കാണും, പക്ഷെ പിടിപാട് കാണും, സ്ഥാനമാനങ്ങൾ കാണും. ഒരു ദിവസം ആരാധനയ്ക്ക് പോയില്ലെങ്കിലും ഒക്കെ നിലനിൽക്കാനുള്ള ആകെ വിദ്യകളൊക്കെ എന്റെ കയ്യിലുണ്ട്. പക്ഷേ വിശ്വാസത്താൽ ഇറങ്ങി തിരിച്ചവൻ അങ്ങനെയല്ല. ഒരു ദിവസത്തെ പ്രാർത്ഥന മുടങ്ങിയാൽ അവന്റെ ഹൃദയം ക്ഷീണിക്കും. ഒരു ദിവസം ആരാധനയ്ക്ക് പോകാൻ കഴിയില്ലെങ്കിൽ അവന് നിൽക്കുവാൻ കഴിയത്തില്ല. എന്തുകൊണ്ടാണ് അവൻ നിൽക്കുന്നത്? വിശ്വാസത്താലാണ്. ഇന്ന് പകൽ ഒരു ദിവസത്തെ പ്രാർത്ഥന മുടങ്ങിയാൽ എനിക്ക് നിൽക്കാൻ കഴിയത്തില്ലെന്ന് വിശ്വസിക്കുന്നവരെ, മനസ്സിലാക്കുന്നവരെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ നിൽക്കുന്നത് വിശ്വാസത്താലാണെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥനയില്ലാതെ ജീവിക്കാൻ കഴിയത്തില്ല. അല്ലാത്തവർക്ക് കുഴപ്പമില്ല, ഒരു ദിവസം പ്രാർത്ഥിച്ചില്ലെങ്കിലല്ല, ഒരു ദിവസം ആരാധനയ്ക്ക് പോയില്ലെങ്കിലല്ല, പണ കൊണ്ടല്ലോ. പക്ഷേ എന്റെ കാര്യം അങ്ങനെയല്ല, പത്രോസിന്റെ കാര്യം അങ്ങനെയല്ല. കർത്താവിൽ നിന്ന് കണ്ണെടുത്താൽ അവൻ മുങ്ങും. അതുകൊണ്ട് കർത്താവിൽ നിന്ന് കണ്ണെടുക്കുവാൻ അവൻ കഴിയത്തില്ല. ദാവീദ് പറയുന്നു, എപ്പോഴും അവനെ ഞാൻ എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവനെ നിന്ന് കണ്ണെടുക്കുവാൻ എനിക്ക് കഴിയത്തില്ല. കണ്ണെടുത്തവൻ പാഴും. ഇന്ന് പകലിലെ ഹല്ലേലൂയ, ദൈവനാമം ഓർപ്പിക്കട്ടെ, അവനിൽ നിന്ന് കണ്ണെടുക്കരുത്. വിശ്വാസത്താൽ ഇറങ്ങി തിരിച്ചവരെ അവനിൽ നിന്ന് കണ്ണെടുക്കരുത്. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, അവനിലേക്ക് നോക്കുന്നവർ ലജ്ജിച്ചു പോകത്തില്ല. ആത്മനിറവിൽ ഒന്ന് സ്തോത്രം ചെയ്ത് ഏറ്റെടുക്കാൻ കഴിയുമോ? പ്രതിസന്ധികൾ എന്തുമായിക്കോട്ടെ, പ്രലോഭനങ്ങൾ, വേദനകൾ എന്തുമായിക്കോട്ടെ, എന്നാൽ കർത്താവിലേക്ക് നോക്കി ബലം പ്രാപിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവരുടെ